വിശദമായ റിപ്പോർട്ടിലേക്കാണ്. തലശ്ശേരിയിൽ നിന്നും കാണാതായ വ്യവസായികളായ ദമ്പതികളെ കണ്ടെത്തി. കോയമ്പത്തൂരിൽ നിന്നാണ് രാജ് കബീറിനെയും ഭാര്യ ശ്രീവിദ്യയെയും കണ്ടെത്തിയത്. ഇവരെ 10:30 തലശ്ശേരിയിലെത്തിക്കും. വിവരങ്ങളുമായി മനു ഭരത്താണ് ചേരുന്നത്. മനു, എന്തായാലും ദമ്പതികളെ ഒടുവിൽ കണ്ടെത്തിയിരിക്കുന്നു. എങ്ങനെയാണ് ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ? ഇനിയുള്ള നടപടിക്രമങ്ങൾ എങ്ങനെയാണ്? വളരെ ആശ്വാസം നൽകുന്ന വിവരമാണ് ഇവിടെ ലഭിച്ചിരിക്കുന്നത്. ഞാനിപ്പോൾ രാജ് കബീറിൻ്റെ സഹോദരൻ്റെ വീട്ടിലാണുള്ളത്. ശ്രീ രാജേന്ദ്രൻ തായാട്ട്. അദ്ദേഹവും തികഞ്ഞ സന്തോഷത്തിലാണ്. കാരണം കുറച്ച് ദിവസങ്ങളായി കുടുംബം വല്ലാത്ത മാനസിക സംഘർഷം നേരിടുക. പിന്നെ ഇവരെ കാണാനില്ല എന്നറിഞ്ഞതോടുകൂടി ആകെ തകർന്നൊരവസ്ഥയിരുന്നു. അവിടെ നിന്നൊക്കെ വലിയൊരു ആശ്വാസത്തിൻ്റെ വാക്കുകളാണ് വരുന്നത്. ഒരുപാട് എങ്ങനെയാണ് ഇവരെ കണ്ടെത്തിയെന്ന് വല്ലതും പറഞ്ഞോ? അതിൻ്റെ ഒരു ന്യൂസ് കിട്ടിയില്ല. ചാനൽ അറിയുന്ന വിവരങ്ങൾ മാത്രമേ ഉള്ളൂ. പോലീസിനെ എനിക്ക് ബന്ധപ്പെടാൻ പറ്റിയില്ല. ഒരുപാട് സന്തോഷമുണ്ട്. എന്നറിയോ, ഒരുപാട് പിരിമുറുക്കുണ്ടായിരുന്നു. ഇത്രയും ദിവസമായിട്ട് പരമാവധി പിരിമുറുക്കുണ്ടായിരുന്നു. ആ പിരിമുറുക്കുന്ന ഒരു ആശ്വാസമാണ് ഇപ്പോൾ ഈ വാക്കുകൾ കേൾക്കുമുണ്ടാകുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഇതിൻ്റെ പിന്നിലുള്ള എന്ത് പ്രശ്നങ്ങളായി കഴിഞ്ഞാൽ ആ പ്രശ്നത്തിനപ്പുറം ഈ പോയിരിക്കുന്ന കാണാതായിരിക്കുന്ന രണ്ടുപേരെ തിരിച്ചു കിട്ടുക എന്നുള്ളത് ഞങ്ങളുടെ പ്രധാന ലക്ഷ്യം. അതാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് അതിന് പിന്നിൽ പ്രവർത്തിച്ച് ഒരുപാട് എനിക്ക് ന്യൂസ് 18 പോലുള്ള ചാനൽ, ഇപ്പോൾ ഞാൻ ന്യൂസ് 18 4-5 പ്രാവശ്യമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണിക്കുന്ന ഈ ചാനലൊക്കെ കാണിക്കുന്ന ശുഷ്കാന്തിയില്ലേ, അതൊരുപാട് എത്ര അഭിനന്ദിച്ചാലും മനസ്സിലാവാത്ത ഒരുപാട് ചാനൽ, മലയാളത്തിലെ എല്ലാ ദൃശ്യമാധ്യമങ്ങളും അതുപോലെ തന്നെ എല്ലാം മറ്റുള്ള മീഡിയാസും എല്ലാം ഒരുപാട് ഇതിനു വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ തലശ്ശേരി MLA എടുത്തു പറയേണ്ടതാണ്. തലശ്ശേരി MLA ഇത് തുടങ്ങിയത് മുതൽ ഇതിനെല്ലാ കാര്യങ്ങളും ഓരോ ദിവസവും മണിക്കൂറുകൾ ഇടപെട്ടിട്ട് നിയമസഭ നടക്കുന്നതിനിടയിലും അദ്ദേഹം എന്നോട് എൻ്റെ ആശ്വാസവാക്കുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പേടിക്കേണ്ട, അവർ കണ്ടുകിട്ടും, പോലീസ് ആക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് ഐജിയുടെ ബന്ധപ്പെട്ടതിന് ശേഷം IG ആണ് ഇത് നേരിട്ട് തന്നെയാണ് ഇതിൻ്റെ പ്രവർത്തനം കഴിച്ചിരുന്നത്. അതുപോലെ തന്നെ KP മോഹൻ MLA, പാനൂർ കൂത്തുപറമ്പ് MLA KP മോഹൻ, അദ്ദേഹം ഇതിൻ്റെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും എല്ലാവരും ഒരുമിച്ച് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം, തലശ്ശേരി നിയമസഭ ഭരിക്കുന്നത് LDF ആണ്. പക്ഷേ അതിൻ്റെ ഘടകങ്ങളായിട്ടുള്ള എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഞങ്ങളുടെ കൂടെയുണ്ട്. പക്ഷേ ഇത് പൂട്ടിക്കാനും ഈ സ്ഥാപനം പൂട്ടിക്കാനും ഒക്കെ ചെയ്തത് അപ്പോൾ ഒരു രാഷ്ട്രീയ നേതൃത്വമല്ല, അവിടെയുള്ള ഒരു ചെറിയ എനിക്ക് തോന്നുന്നില്ല. എനിക്ക് ഒരു കാരണവശാലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഏതെങ്കിലും പ്രസ്ഥാനം പൂട്ടിക്കാൻ ശ്രമിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ അതിൻ്റെ ഉള്ളിലുള്ള ചില നിക്ഷിപ്ത താല്പര്യക്കാരുണ്ടാവില്ലേ, അതെല്ലാറ്റിലും ഉണ്ടാവും. അവരുടെ ഒരു ചെറിയ ഒരു കുബുദ്ധി ആയിരിക്കാം മേ ബി ഇങ്ങനെ നടക്കാൻ കാരണം തോന്നുന്നു. വളരെ രീതിയിലുള്ള ഒരു പീഡനം ആ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ടെന്ന് സത്യമാണ്. ഇതൊരു വനിതാ സംരംഭകയാണ് ഇത് മുന്നിൽ നിന്ന് നടത്തുന്നത്. കേരളം പോലൊരു സംസ്ഥാനം വനിതാ സംരംഭകരെ കൂടുതൽ ഇതിലേക്ക് ആകർഷിക്കാനുള്ള ശ്രമമാണ് നടത്തേണ്ടത്. അദ്ദേഹം ഭർത്താവിൻ്റെ സഹായത്തോടു കൂടി ശ്രീവിദ്യ ഇത് ചെയ്യും, ശ്രീദിവ്യ. അപ്പം അവരെ സഹായിക്കുന്നതിന് പകരം മറിച്ചൊരു നിലപാടാണ് ഉണ്ടായത്. അതാണ് അത് ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ കേരളത്തിലെ മന്ത്രിസഭ രാജീവ് സാറിൻ്റെ നേതൃത്വത്തിലുള്ള വ്യവസായ വകുപ്പ് ഒരുപാട് വ്യവസായങ്ങൾക്ക് ആനുകൂല്യങ്ങളും അതുപോലെ തന്നെ സഹായങ്ങളും പ്രോത്സാഹനം നൽകുന്ന ഒരു കാലഘട്ടമായിരുന്നു. അങ്ങനെ ആ ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ഒരു ലോക്കൽ ബോഡി, ഒരു നഗരസഭ ഇത്തരം ഒരു തീരുമാനമെടുക്കുമ്പോൾ സർക്കാരിൻ്റെ ഇത്തരത്തിലുള്ള മുന്നോട്ട് പോക്കിന് അത് എത്രമാത്രം വിഘടിതമായി നിൽക്കും എന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് ഇതൊരു വനിതാ സംരംഭകയാണ്. ശ്രീദിവ്യയുടെ പേരിലാണ് ഈ പ്രസ്ഥാനമുള്ളത്. അപ്പം ഈ സ്ഥാപനം പൂട്ടിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ എന്തൊക്കെയോ സംതിങ് നടന്നിട്ടുണ്ട്. അതിന് കൃത്യമായി പറയേണ്ടത് അദ്ദേഹം രാജ് കബീറാണ്. അത് ഞാൻ അറിഞ്ഞ കാര്യങ്ങൾ മാത്രം പറയുന്നത്. അപ്പം അങ്ങനെ സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ വളരെ ഭീകരമായിട്ടുള്ള എന്തോ ഒരു പ്രശ്നമില്ലാതെ അദ്ദേഹം ഇവിടുന്ന് എബ്സ്കോണ്ട് ചെയ്യില്ലെന്ന് എനിക്കറിയാം. കാരണം എന്ന് വെച്ചാൽ അല്ലെങ്കിൽ അത്രയും മനക്കരുത്തുള്ള ഒരു ഈ ക്യാരക്ടറാണ് ഈ കബീർ. മാത്രമല്ല ഇദ്ദേഹത്തിൻ്റെ മകനും ഒരു സംരംഭകനാണ്. അദ്ദേഹത്തിന് അല്ലേ? അതെ, ഇദ്ദേഹത്തിൻ്റെ മകനാണ്. അവൻ്റെ ഒരു പ്രസ്ഥാനമാണ് അദ്ദേഹം നടത്തുന്നതാണ് ഈ പേപ്പർ ബാഗ് യൂണിറ്റ്. കഴിഞ്ഞ വർഷത്തെ ഏറ്റവും നല്ല യുവസംരംഭകനുള്ള മിനിസ്റ്ററുടെ, നമ്മുടെ രാജീവ് സാറിൻ്റെ അല്ലെങ്കിൽ വ്യവസായ വകുപ്പ് മന്ത്രിയുടെ ഏറ്റവും നല്ല യുവസംരംഭകനുള്ള അവാർഡ് കിട്ടിയിരിക്കുന്നത് ഈ യൂണിറ്റിന് വേണ്ടിയാണ്. ഒരു 4 ലക്ഷം രൂപയുടെ അവാർഡ് സാറിൻ്റെ കയ്യിൽ നിന്നാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ അർത്ഥത്തിലും വ്യാവസായിക സംരംഭങ്ങൾ തുടങ്ങി അങ്ങനെ ആളുകൾക്ക് ജോലി കൊടുക്കണമെന്നൊക്കെ താല്പര്യമുള്ളൊരു കുടുംബം തന്നെയാണ് അദ്ദേഹത്തിന്. ഞങ്ങളെന്ന് വെച്ചാൽ ഞങ്ങളുടെ പാരമ്പര്യം, കുടുംബത്തിൻ്റെ പാരമ്പര്യം തന്നെയാണ്. അച്ഛൻ എന്ന് പറയുന്നത് അറിയാം, തായട്ട് ശങ്കരനെയും അതൊക്കെ തായട്ടനെയും ഉള്ള ഒരു പാരമ്പര്യമാണ്. അതിൻ്റെ ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്ന കണ്ണിയാണ് ഞങ്ങൾ. ഇതിൻ്റെ താഴെയാണ് കണ്ണിയാണ് ഈ വ്യവസായം തുടങ്ങിയിരിക്കുന്ന ഈ ദേവത എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയുള്ള ആൾക്കാർ ഈ സമൂഹവുമായിട്ട് ഏറെ ബന്ധമുള്ള, സമൂഹത്തെ സ്നേഹിക്കുന്ന, അതുപോലെ തന്നെ വ്യവസായം വളരണമെന്ന് ആഗ്രഹിക്കുന്ന, സമൂഹത്തിന് നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കുടുംബത്തിന് ഇത്തരം ഒരു വല്ലാത്തൊരു ഇത് ആദ്യം ഞാനൊക്കെ ഈ സാധനങ്ങളൊക്കെ ചാനലിൽ നിന്നൊക്കെ മാറ്റി നിർത്തിയിരുന്നു. ചാനലിൽ നിന്നൊക്കെ ഞാൻ ഒളിച്ചു വെച്ചിരുന്ന സാധനം എന്തുകൊണ്ടെന്ന് വെച്ചാൽ തായട്ടൻ്റെയും അതുപോലെ തായട്ട ശങ്കരൻ്റെയും അടക്കമുള്ളൊരു ഫാമിലിക്കുണ്ട്
ഉണ്ടായിട്ടുള്ള ഒരു വല്ലാത്തൊരു ഇത് അറിയേണ്ട എന്ന രീതിയിൽ അത് നാണക്കേടുന്ന രീതിയിലാണ്. പക്ഷേ ഇത് പുറത്ത് പറയാത്ത രീതിയിൽ ഇവരിവിടുന്ന് നാട് വിട്ട് കഴിഞ്ഞപ്പോൾ വല്ലാത്തൊരവസ്ഥയെ നോക്കി എങ്ങനെയെങ്കിലും തിരിച്ചു കിട്ടുക എന്നുള്ളൊരവസ്ഥയില്ല. അതുകൊണ്ടാണ് ഞാൻ ചാനലിൽ വന്ന് ചോദ്യങ്ങൾക്ക് ഉത്തരം വന്നത്. ആദ്യം ചാനലിൽ നിന്ന് മാറി നിൽക്കുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ പലരും ചാനലുകാർ ചോദിച്ചു നിങ്ങൾ ഞങ്ങളോട് സഹകരിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞാൽ ഇങ്ങനെ അത് ഈ ഒറ്റ കാരണം കൂടിയുണ്ട്. പക്ഷേ ഇതൊരു വല്ലാത്ത അവസ്ഥയിലേക്ക് പോകുന്നത് തോന്നിയപ്പോൾ ഒരുപാട് ഭയം ഉണ്ടായിരുന്നു. മൊത്തത്തിൽ കുടുംബം ഒരുപാട് എത്ര ദിവസമായിട്ട് നീറിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും അതിനൊക്കെ ഒരു പരിസമാപ്തി വന്നിരിക്കുന്നു. കാര്യങ്ങൾ ശുഭമായി അവസാനിപ്പിച്ചു. ഇനി അദ്ദേഹത്തിന് നല്ല രീതിയിൽ ഈ സ്ഥാപനം തുടർന്ന് പ്രവർത്തിക്കാൻ കഴിയണം. അങ്ങനെയുണ്ട്. ഇപ്പോൾ ഞാൻ നേരെ സൂചിപ്പിച്ചത് ഒരാൾ കാരണം എനിക്ക് മുല്ലപ്പള്ളി രാമേന്ദ്രൻ അദ്ദേഹം ഒരുപാട് പ്രാവശ്യം എന്നെ വിളിച്ചാണ്. അതുപോലെ പിന്നെ നമ്മുടെ പേരാവൂർ MLA സണ്ണി ജോസഫ് അദ്ദേഹം ഒരുപാട് വിളിച്ചു തന്നു. ഇപ്പോൾ എനിക്ക് പറയാനുള്ളത് സാറ് പറഞ്ഞതുപോലെ തന്നെ ഇനി ഒരു സംരംഭകനും ഇതുപോലത്തെ ഒരു ദുരനുഭവം ഉണ്ടാവരുത്. സർക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ സർക്കാർ ഇതിന് നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഇതിൻ്റെ ഉള്ളിൽ ഏതൊക്കെയോ കക്ഷികൾ അല്ലെങ്കിൽ ഏതൊക്കെയോ ജീവികൾ എന്നെ പറയാം ഞാൻ ജീവികൾ ഇഴഞ്ഞു കയറിയിട്ട് അത് തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അത് ഇല്ലാതാക്കിയിട്ട് കേരളത്തിലെ വ്യവസായം പുരോഗമിക്കണം. ഇതുപോലെ വനിതാ സംരംഭകർ വരണം, അതുപോലെ യുവ സംരംഭകർ വരണം. കേരളം ഇനിയും നന്നായിട്ട് നല്ല വ്യവസായം ഒരു പുഷ്ടിയുള്ള ഒരു സംസ്ഥാനമായിട്ട് മാറണം. തൊഴിലവസരങ്ങൾ ഉണ്ടാവണം. അതിനു വേണ്ടിയിട്ട് എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അതുപോലെ തന്നെ എല്ലാ ഗവേണിംഗ് ബോഡീസും സഹകരിച്ചുകൊണ്ട് നമ്മുടെ നാട് നന്നാക്കാൻ വേണ്ടി ശ്രമിക്കണം എന്നുള്ളൊരു അപേക്ഷ മാത്രമേ ഉള്ളൂ. ദയവേത് ഇങ്ങനത്തെ ഒരു ദുരനുഭവം മറ്റാർക്കും ഉണ്ടാവട്ടെ എന്ന് മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ഒരുപാട് നന്ദി, എല്ലാവർക്കും നന്ദിയുണ്ട്. ഇത്തരമൊരു ദുരനുഭവം ഇനി ആർക്കും ഉണ്ടാകാതിരിക്കട്ടെ എന്നാണ് ശ്രീ രാജേന്ദ്രൻ തായാട്ട് പറഞ്ഞു വയ്ക്കുന്നത്. ഒപ്പം ഈ വനിതാ സംരംഭകർക്ക് കൂടുതൽ പ്രാധാന്യം നൽകാൻ കൂടി ഇത്തരം തദ്ദേശ സ്ഥാപനങ്ങൾ തയ്യാറാകണം എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. ക്യാമറാമാൻ സുമേഷ് മോറാഴോടൊപ്പമാണ് ഞാനുള്ളത്. ഇതാണ് ഇവിടുന്ന് നൽകാനുള്ള വിവരം. ഏറ്റവും തീർച്ചയായും എന്തായാലും ആശ്വാസകരമായ വാർത്തയാണ് വരുന്നത്. തലശ്ശേരിയിൽ നിന്നും കാണാതായ വ്യവസായികളായ ദമ്പതികളെ കോയമ്പത്തൂരിൽ നിന്നും കണ്ടെത്തിയിരിക്കുന്നുവെന്ന ആശ്വാസകരമായ വാർത്ത. ഇപ്പോൾ സംരംഭകരിൽ ഒരാളുടെ സഹോദരനാണ് ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ചത്. എന്തായാലും ഇവരെ 10 കൂടി തന്നെ നാട്ടിലെത്തിക്കുമെന്ന റിപ്പോർട്ടാണ് മനു ഭരത് തലശ്ശേരിയിൽ നിന്നും പങ്കുവയ്ക്കുന്നത്. മറ്റു വാർത്തയിലേക്കാണ്. പാലക്കാട് യാക്കരപ്പുഴയിൽ യുവാവിനെ കൊന്നു തള്ളിയ സംഭവത്തിൽ 6 പേർ കസ്റ്റഡിയിൽ. ഇതിൽ ഋഷികേശിന്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി. സുവീഷിന് സുഹൃത്തുക്കളുടെ ഭീഷണിയുണ്ടായിരുന്നതായി അമ്മ വിജി പറഞ്ഞു. കാർ വാടകയ്ക്കെടുത്തതുമായി ബന്ധപ്പെട്ട തർക്കം നിലനിന്നിരുന്നതായും ഋഷികേശ് അടക്കമുള്ളവർ മകനെ നേരത്തെ മർദ്ദിച്ചിട്ടുണ്ട് എന്നും വിജി പറഞ്ഞു. വീട്ടിൽ നിന്ന് 19-ാം തീയതിയാണ് പോയത്. എന്നിട്ട് എങ്ങോട്ടാ പോകുന്നതെന്ന് പറഞ്ഞിരുന്നു. കടയ്ക്ക് പോയിട്ട് വരാന്ന് പറഞ്ഞിട്ടാണ് വീട്ടിൽ നിന്ന് പോയത്. പിന്നെ ഒരു 4 മണിയാകുമ്പോൾ വീട്ടിൽ നിന്ന് പോയി. ഒരു 6 മണിയാകുമ്പോൾ എന്നെ വിളിച്ചിട്ട് ഞാൻ കലിമണ്ഡലത്തുണ്ട്, വണ്ടി കംപ്ലൈൻ്റ് ആണ്, നേരാക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണെന്ന് അങ്ങനെ എന്നോട് പറഞ്ഞു. അപ്പോൾ വീട്ടിലേക്ക് വരുമ്പോൾ ശരി വീട്ടിലേക്ക് അവൻ്റെ അനിയനും അന്ന് പാലക്കാട് ഉണ്ടായിരുന്നു. അപ്പോൾ അവനെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞപ്പോൾ അവൻ ബസ്സിലാണ് വന്നത്. അപ്പം ശരി ഞാൻ വരുന്നുണ്ട് പറഞ്ഞു. വാന്ന് പറഞ്ഞു. പിന്നെ അതിന് ശേഷം ഒരു 10 മണിയാകുമ്പോൾ ഞാൻ വിളിച്ചപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. പിന്നെ വാർത്തയുടെ വിശദാംശങ്ങളുമായി പ്രസാദ് ഉടുമ്പശ്ശേരിയാണ് ചേരുന്നത്. പ്രസാദ്, ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിലവിൽ 6 പേർ കസ്റ്റഡിയിലുണ്ട്. അതിൽ ഒരാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇപ്പോൾ അമ്മ തന്നെ വ്യക്തമാക്കുന്ന സാഹചര്യമുണ്ട്. മകന് സുഹൃത്തുക്കളുടെ ഭീഷണി ഉണ്ടായിരുന്നുവെന്ന് അമ്മ തന്നെ വ്യക്തമാക്കുന്ന സാഹചര്യം. ഈ പിടിയിലായവരെല്ലാം സുഹൃത്തുക്കളാണോ? എങ്ങനെയാണ് പോലീസ് നൽകുന്ന വിശദാംശങ്ങൾ? രഞ്ജിനി, ഈ കേസിൽ ഇപ്പോൾ തിരുവാലത്തൂർ സ്വദേശി ഋഷികേശ് ഉൾപ്പെടെ 6 പേരെയാണ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. ഇതിൽ 6 പേരും കൊല്ലപ്പെട്ട സുവീഷിന്റെ സുഹൃത്തുക്കളാണ് എന്നതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ ജൂലൈ 19-നായിരുന്നു സുവീഷിനെ കാണാതായത്. പിന്നീട് കുടുംബാംഗങ്ങൾ പരാതി നൽകുകയും പോലീസ് അന്വേഷണം നടത്തുകയും ചെയ്തു. ഇതിനിടെ സുവീഷിന്റെ ഫോൺ സേലത്ത് നിന്നും കണ്ടെത്തി. ഈ ഫോണിൽ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് സുഹൃത്തുക്കളെ തന്നെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും കൊലപാതകം വ്യക്തമാകുകയും ചെയ്തിട്ടുള്ളത്. ഇന്നലെ വൈകിട്ടോടുകൂടി മൃതദേഹം പാലക്കാട് മെഡിക്കൽ കോളേജിന് പുറകുവശത്തുള്ള യാക്കരപ്പുഴയ്ക്ക് സമീപത്ത് നിന്നും കണ്ടെത്തി. ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടികൾ പുരോഗമിക്കുകയാണ്. ഫോറൻസിക് വിദഗ്ധർ ഉൾപ്പെടെ സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തുന്നു. എന്തിനാണ് കൊലപ്പെടുത്തിയത് എന്നത് സംബന്ധിച്ച് പോലീസ് ചോദ്യം ചെയ്തു വരുന്നു എന്നാണ് പറയുന്നത്. കഞ്ചാവ് വിൽപ്പന ഉൾപ്പെടെയുള്ള ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നതാണ് പോലീസ് നൽകുന്ന പ്രാഥമിക സൂചന. എന്തായാലും ഈ 6 പേരിൽ നിന്നും ചോദ്യം ചെയ്യുകയാണ്. പ്രസാദ്, ഈ 6 പേർ മാത്രമാണോ ഉള്ളത്, അതോ കൂടുതൽ പേർ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടോ? അങ്ങനെ പോലീസ് എന്തെങ്കിലും സൂചനകൾ നൽകുന്നുണ്ടോ?
നിലവിൽ അത് സംബന്ധിച്ചുള്ള കാര്യങ്ങളൊന്നും തന്നെ പോലീസ് വ്യക്തമാക്കിയിട്ടില്ല. 6 പേരും ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട് എന്നതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഈ ജൂലൈ 19 തീയതി സുവീഷിനെ പാലക്കാട് നഗരത്തിൽ നിന്ന് തന്നെ അവിടെ ഇവർ ബലം പ്രയോഗിച്ച് കൊണ്ടുപോവുകയും പിന്നീട് അടിച്ച് കൊലപ്പെടുത്തുകയാണ് ഉണ്ടായിട്ടുള്ളത്. അതിനുശേഷം യാക്കര പുഴയിൽ കല്ലുകെട്ടി പുഴയിൽ താത്തി എന്നതാണ് ഈ പ്രതികൾ പോലീസിന് നൽകിയിട്ടുള്ള മൊഴി. അങ്ങനെയാണ് പാലക്കാട് മെഡിക്കൽ കോളേജിന് സമീപത്തുള്ള അവിടെ ആളൊന്നും തന്നെ ഇല്ലാത്ത ഒരു സ്ഥലമാണ്. അവിടെയാണ് ഈ മൃതദേഹം ഇവർ പുഴയിൽ താത്തിയിട്ടുള്ളത്. ഇന്നലെ വൈകിട്ടോടെ തന്നെ ഈ പ്രതി ഋഷികേശ് പോലീസിന് മൃതദേഹം കാണിച്ചു കൊടുത്തിരുന്നു. ഇപ്പോൾ മൃതദേഹം അവിടെ നിന്ന് മൃതദേഹം പൂർണ്ണമായും അഴുകിയ നിലയിലാണ് ഉള്ളത്. പൂർണ്ണമായും അവിടെ നിന്ന് മാറ്റാനുള്ള നടപടികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. അതിനുശേഷമായിരിക്കും ഈ മറ്റ് ആളുകളെ ചോദ്യം ചെയ്തു വരിക. ശരി, പ്രസാദാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. മുഖ്യമന്ത്രിയുമായുള്ള ചർച്ചയും പരാജയപ്പെട്ടതോടെ വിഴിഞ്ഞം തുറമുഖത്തിന് എതിരെ ലത്തീൻ രൂപതയുടെ നേതൃത്വത്തിൽ മത്സ്യത്തൊഴിലാളികൾ നടത്തുന്ന സമരം കൂടുതൽ ശക്തമാക്കും. തുറമുഖ കവാടത്തിന് മുന്നിലെ സമരം 11ാം ദിവസത്തിലേക്ക് കടന്നു. പള്ളിത്തുറ, കൊച്ചുതുറ, തുമ്പ, സെയിന്റ് ഡൊമിനിക്, വെട്ടുകാട് ഫൊറോനകളിലെ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളാണ് ഇന്ന് സമരവേദിയിലെത്തുക. കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതിഷേധക്കാർ തുറമുഖത്തിന്റെ പദ്ധതി പ്രദേശത്ത് കടന്നുകയറിയിരുന്നു. KCYMന്റെ നേതൃത്വത്തിൽ ഇന്നലെ രാത്രി പന്തം കൊളുത്തി പ്രകടനം നടത്തി. മുഖ്യമന്ത്രിയുമായി ഇനിയും ചർച്ചകൾ നടത്തുമെന്ന് ലത്തീൻ അതിരൂപത തിരുവനന്തപുരം വികാരി ജനറൽ യുജിൻ പെരേര പറഞ്ഞു. തുറമുഖത്തിന് അധിക സുരക്ഷ വേണമെന്ന് അദാനി ഗ്രൂപ്പ് ആവശ്യപ്പെട്ടതോടെ കൂടുതൽ പോലീസിനെയും സ്ഥലത്ത് വിന്യസിച്ചിട്ടുണ്ട്. സമരത്തിനെതിരെ വിഴിഞ്ഞം പ്രാദേശിക കൂട്ടായ്മയുടെ ബഹുജന കൺവെൻഷൻ ഇന്ന് വൈകിട്ട് ചേരും. വിഴിഞ്ഞം സമരത്തിന് പൂർണ്ണ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സിറോ മലബാർ സഭ സിനഡ്. സമരത്തിന്റെ ആത്മാർത്ഥതയെ ചോദ്യം ചെയ്യുന്ന ഉത്തരവാദിത്തപ്പെട്ടവരുടെ നടപടി അപലപനീയമെന്ന് സിനഡ് കുറ്റപ്പെടുത്തി. ഫയൽ തീർപ്പിന്റെ പേരിൽ ഞായറാഴ്ചകളിൽ പ്രവൃത്തി ദിനങ്ങളാക്കുന്നത് സർക്കാർ പുനഃപരിശോധിക്കണമെന്നും സിനഡ് ആവശ്യപ്പെട്ടു. വൻകിട കമ്പനികൾക്കു വേണ്ടി തീരവാസികൾ കുടിയൊഴിപ്പിക്കപ്പെടുകയാണ്. മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് സർക്കാർ കുറച്ചുകൂടി ആത്മാർത്ഥതയോടെ ഇടപെടൽ നടത്തണം. പദ്ധതി മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ നേരത്തെ തന്നെ ചൂണ്ടിക്കാട്ടിയിട്ടും അത് പരിഗണിച്ചില്ലെന്നും സിനഡിന്റെ വാർത്താക്കുറിപ്പ് കുറ്റപ്പെടുത്തുന്നു. ബഫർ സോൺ വിഷയത്തിൽ കർഷകരുടെ ആശങ്കകൾ പരിഹരിക്കുന്നതിൽ സർക്കാരിന് സംഭവിച്ച വീഴ്ചകളിൽ ദുഃഖമുണ്ട്. ഈ വിഷയത്തിലും സർക്കാർ സ്വീകരിച്ച നിലപാടുകൾ തിരുത്തേണ്ടതാണ്. ഫയൽ തീർപ്പിന്റെ പേരിൽ ഞായറാഴ്ചകൾ പ്രവൃത്തി ദിനങ്ങളാക്കുന്നത് പുനഃപരിശോധിക്കണം. ക്രൈസ്തവരുടെ ഞായറാഴ്ച ആചരണത്തെ സർക്കാർ പരിഗണിക്കേണ്ടതാണ്. മത്സര പരീക്ഷകൾ ഞായറാഴ്ചകളിൽ ക്രമീകരിക്കുന്നത് ചില നിക്ഷിപ്ത താൽപര്യക്കാരുടെ നീക്കമാണെന്നും ഇത് തിരിച്ചറിയാൻ സർക്കാരിന് ആർജവത്വം ഉണ്ടാകണമെന്നും സഭാ അധ്യക്ഷൻ കൂടിയായ കർദിനാൾ ജോർജ് ആലഞ്ചേരി പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ ആവശ്യപ്പെട്ടു. ന്യൂസ് 18 കൊച്ചി. വിഴിഞ്ഞം തുറമുഖത്തെ മത്സ്യത്തൊഴിലാളികളുടെ സമരത്തിൽ നിന്നും പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ട് അദാനി ഗ്രൂപ്പും തുറമുഖ നിർമ്മാണ കമ്പനിയും നൽകിയ ഹർജികൾ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. പോലീസ് സംരക്ഷണം നൽകാൻ സംസ്ഥാന സർക്കാരിനോട് നിർദ്ദേശിക്കണമെന്നാണ് ആവശ്യം. കൂടാതെ കേന്ദ്രസേനയെ വിന്യസിക്കാൻ കേന്ദ്ര സർക്കാരിന് നിർദ്ദേശം നൽകണമെന്നും ആവശ്യമുണ്ട്. 2015 ആരംഭിച്ച വിഴിഞ്ഞം തുറമുഖ നിർമ്മാണ പദ്ധതി അന്തിമഘട്ടത്തിലാണ്. അതിനിടയിൽ ലത്തീൻ അതിരൂപതയുടെ നേതൃത്വത്തിൽ നടക്കുന്ന സമരം നിർമ്മാണ തൊഴിലാളികളുടെ ജീവന് ഭീഷണിയാകുന്നു. അതീവ സുരക്ഷാ മേഖലയായ തുറമുഖ നിർമ്മാണ സൈറ്റിലേക്ക് കടന്ന സമരക്കാർ കരാർ കമ്പനിക്ക് കനത്ത നാശനഷ്ടമുണ്ടാക്കി. സമരം അക്രമാസക്തമായ സാഹചര്യത്തിൽ പോലീസും അധികാരികളും നിഷ്ക്രിയത്വം പാലിക്കുകയായിരുന്നുവെന്നും പറയുന്നുണ്ട്. സംരക്ഷണം ആവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാരിനെ സമീപിച്ചെങ്കിലും നടപടിയുണ്ടായില്ല എന്നും അദാനി ഗ്രൂപ്പും കരാർ കമ്പനിയും നൽകിയ ഹർജികളിൽ പറയുന്നു. തൃശൂരിൽ അമ്മയെ വിഷം നൽകി കൊലപ്പെടുത്തിയ സംഭവത്തിൽ അറസ്റ്റിലായ മകൾ ഇന്ദുലേഖയെ ചോദ്യം ചെയ്തപ്പോൾ പോലീസിന് ലഭിച്ചത് ഞെട്ടിക്കുന്ന വിവരങ്ങൾ. ആസൂത്രിതമായ പദ്ധതികൾ തയ്യാറാക്കിയാണ് പ്രതി കൊല നടത്തിയത്. ഇന്റർനെറ്റിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചതിന്റെ തെളിവുകളും പോലീസിന് ലഭിച്ചു. കുന്നംകുളം കീഴൂർ സ്വദേശിനി രുക്മിണിയെ എലിവിഷം നൽകി കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയായ മകൾ ഇന്ദുലേഖയെ ചോദ്യം ചെയ്തപ്പോഴാണ് കൂടുതൽ വിവരങ്ങൾ പോലീസിന് ലഭിച്ചത്. പലതവണ കൊലയ്ക്ക് ശ്രമം നടത്തിയിരുന്നെന്ന് ഇവർ പോലീസിനോട് സമ്മതിച്ചു. പാരസിറ്റമോൾ ഗുളിക അധികമായി കഴിച്ചാൽ മരിക്കുമെന്ന് പറഞ്ഞുകേട്ട അറിവ് വെച്ച് കുന്നംകുളത്തെ മെഡിക്കൽ ഷോപ്പിൽ നിന്നും ഒട്ടേറെ ഗുളികകൾ വാങ്ങി അരച്ചു പൊടിയാക്കി അച്ഛനും അമ്മയ്ക്കും ഭക്ഷണത്തിൽ കലർത്തിക്കൊടുത്തു. പക്ഷേ കയ്പ് അനുഭവപ്പെട്ടതിനാൽ രണ്ടുപേരും അത് കഴിച്ചില്ല. പിന്നീട് പാറ്റയെയും ഉറുമ്പിനെയും തുരത്താൻ ഉപയോഗിക്കുന്ന വെള്ള നിറത്തിലുള്ള ചോക്ക് ചുരണ്ടി ചായയിൽ കലർത്തി അച്ഛന് നൽകി. രുചി മോശമായതിനാൽ അദ്ദേഹം അത് കഴിച്ചില്ല. പിന്നീടുള്ള ശ്രമത്തിലാണ് അമ്മ മരിച്ചതെന്ന് ഇന്ദുലേഖ സമ്മതിച്ചു. നിരന്തരം ആവർത്തിച്ച് ചോദ്യങ്ങൾ ചോദിച്ചിട്ടും താൻ നിരപരാധിയാണെന്നാണ് ഇന്ദുലേഖ ആദ്യം പറഞ്ഞത്.
എന്നാൽ ഫോൺ വാങ്ങി സെർച്ച് ഹിസ്റ്ററി തെരഞ്ഞപ്പോൾ കണ്ടത് ഞെട്ടിക്കുന്ന വിവരങ്ങൾ. ഇന്ദുലേഖ ഗൂഗിളിൽ കൂടുതൽ തിരഞ്ഞത് ഡേഞ്ചർ പോയ്സൺ എന്ന വാക്കാണ്. ഒരാളെ എങ്ങനെ വിഷം കൊടുത്തു കൊല്ലാം, ഇഞ്ചിഞ്ചായി കൊല്ലാം, എലിവിഷം അകത്തു ചെന്നാൽ ശരീരം കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്നിങ്ങനെ ഇന്റർനെറ്റിലൂടെ വിപുലമായ പഠനം തന്നെ ഇവർ നടത്തി. +2 വരെ മാത്രം പഠിച്ച ഇന്ദുലേഖ കൊലയ്ക്ക് കാണിച്ചിരിക്കുന്ന മുന്നൊരുക്കങ്ങൾ പോലീസിനെയും അമ്പരപ്പിക്കുന്നതായിരുന്നു. ചോദ്യം ചെയ്യൽ കടുത്തതോടെ പിടിച്ചു നിൽക്കാനാവാതെ ഇന്ദുലേഖ കുറ്റം സമ്മതിച്ചു. സ്വത്ത് എഴുതിത്തരാൻ പറഞ്ഞിട്ട് അമ്മ കേട്ടില്ല എന്നും തുടർന്ന് കൊല നടത്തിയത് താനാണെന്നും ഇവർ പോലീസിനോട് പറഞ്ഞു. എലിവിഷത്തിന്റെ ബാക്കി തെളിവെടുപ്പിൽ വീട്ടിൽ നിന്നും പോലീസ് കണ്ടെടുത്തു. സാധാരണ ഒരു മരണമായി തീർന്നു പോകാവുന്ന കേസാണ് സമർത്ഥമായ അന്വേഷണത്തിലൂടെ പോലീസ് തെളിയിച്ചത്. ന്യൂസ് 18 തൃശൂർ. കൊച്ചിയിൽ വീണ്ടും ATM തട്ടിപ്പ്. ATM മെഷീനിൽ കൃത്രിമം നടത്തി പണം തട്ടിയെടുത്തു. ജില്ലയിൽ 11 ATMകളിലാണ് തട്ടിപ്പ് നടന്നത്. വിശദാംശങ്ങളുമായി ഡാനി പോളാണ് ചേരുന്നത്. ഡാനി, വീണ്ടും ഒരു ATM തട്ടിപ്പ് കൊച്ചിയിൽ ഉണ്ടാകുന്നു. എങ്ങനെയാണ് ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ? ഇത് ഒരേ ബാങ്കിന്റെ ATM കേന്ദ്രീകരിച്ചുള്ള തട്ടിപ്പാണോ അതോ വിവിധ ബാങ്കുകളുടെ ATMകൾ കേന്ദ്രീകരിച്ചുള്ള തട്ടിപ്പാണോ കൊച്ചിയിൽ നടന്നത്? രഞ്ജിനി, ഒരേ ബാങ്കിന്റെ ATMകൾ കേന്ദ്രീകരിച്ച് തന്നെയാണ് തട്ടിപ്പ് നടന്നിരിക്കുന്നത്. എറണാകുളം ജില്ലയില് ഏതാണ്ട് 11ഓളം ATMകൾ ഇതേ ബാങ്കിന്റെ തന്നെ കേന്ദ്രീകരിച്ച് പണം പിൻവലിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. നിലവിൽ കളമശ്ശേരിയിൽ പ്രവർത്തിക്കുന്ന പ്രീമിയർ കവലയിലെ ബാങ്കിന്റെ ATMൽ നിന്നുള്ള പണം ഈ രീതിയിൽ തട്ടിയെടുത്തതായാണ് ശ്രദ്ധിക്കപ്പെടുന്നതും ആദ്യമായിട്ട് പരാതി വരുന്നതും അവിടെയാണ്. തുടർന്ന് ഇവിടെ നടത്തിയ പരിശോധനയിലും നമ്മൾ കാണുന്ന ഈ ദൃശ്യങ്ങളിലും CCTV ദൃശ്യങ്ങളിലുമാണ് ഇത് തട്ടിപ്പ് എങ്ങനെയെന്നുള്ള ഒരു വിവരം പുറത്തു വരുന്നത്. ഇതിൽ അകത്ത് കടക്കുന്ന ആൾ ഒരു പ്രത്യേക ഉപകരണം വഴി പണം പുറത്തേക്ക് വരുന്നത് തടയുകയും പിന്നീട് ആള് ഇവിടെ നിന്ന് പോയിക്കഴി പണം കിട്ടാതെ പോവുകയും ചെയ്യുമ്പോൾ പിന്നീട് അതിനകത്ത് കയറി പണം എടുക്കുന്ന രീതിയുമാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇതിൽ ചെറിയ തുകകൾ എന്നുള്ള രീതിയിലുള്ള പണമാണ് കൂടുതലായി ഈ പ്രീമിയർ ജംഗ്ഷനിലെ കളമശ്ശേരിയിലെ കവലയിൽ നിന്ന് ATMകളിൽ നിന്നും പണം പോയതായി കണ്ടിട്ടുള്ളത്. അവിടുന്ന് ഏതാണ്ട് 25,000-ഓളം രൂപയാണ് ആകെ 7 പേരിൽ നിന്ന് ഈ രീതിയിൽ അവിടെ പണം ATMൽ നിന്ന് മാത്രം തട്ടിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ പോലീസ് തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഇതേ ബാങ്കിന്റെ തന്നെ വിവിധ ATMകൾ ജില്ലയിലെ 11 ATMകളിൽ ഈ രീതിയിൽ തന്നെ പണം കവർന്നിട്ടുണ്ട്. അത് ഒരാൾ തന്നെയാണോ എന്നുള്ളൊരു സംശയവും പോലീസിനുണ്ട്. അതുകൊണ്ട് അവിടങ്ങളിലുള്ള ATMകളുടെ ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ച് വരികയാണ്. അതോ ഒരു തട്ടിപ്പ് സംഘം ഒരുമിച്ച് ഈ ദിവസങ്ങളിൽ പ്രവർത്തിച്ചതാണോ അതോ ഒരാൾ മാത്രമായിട്ട് ഇത് കേന്ദ്രീകരിച്ച് 11 കേന്ദ്രങ്ങളിൽ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടോ എന്നതാണ് പോലീസ് പരിശോധിച്ച് വരുന്നത്. ഏതായാലും ഈ പ്രതിയെക്കുറിച്ചുള്ള ദൃശ്യങ്ങളെല്ലാം തന്നെ CCTV ദൃശ്യങ്ങൾ പോലീസിന് കളമശ്ശേരിയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. മറ്റു സ്ഥലങ്ങളിൽ നിന്നുള്ളത് പരിശോധിച്ച് വരികയാണ്. ഈ നാളുകൾക്ക് ശേഷമാണ് നേരത്തെയും ഇതുപോലെ സമാനമായ രീതിയിൽ തന്നെ ചില തട്ടിപ്പുകൾ ATM കേന്ദ്രീകരിച്ച് തന്നെ നടന്നിരുന്നു. അത് എറണാകുളം ജില്ലയിൽ തന്നെ പല ബാങ്കുകളുടെ കേന്ദ്രീകരിച്ച് നടന്നിരുന്നു. അതിൽ പ്രതികൾ അറസ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഇപ്പോൾ ഈ രീതിയിൽ പണം ATMൽ നിന്ന് എല്ലാ നടപടികളും പൂർത്തിയാകുമ്പോൾ അത് പുറത്തേക്ക് വരുന്നത് തടയുന്ന രീതിയിലുള്ള സംവിധാനം ചെയ്തിട്ട് പിന്നീട് ആൾ അതിൽ നിന്ന് ഇറങ്ങിക്കഴിയുമ്പോഴേക്കും പിന്നീട് ചെന്ന് ഇത് മാറ്റി പണം എടുക്കുന്ന രീതിയിലാണ് ഈ തട്ടിപ്പ് നടന്നതെന്നാണ് പോലീസ് പറയുന്നത്. ആ രീതിയിലാണ് ഇത് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും പോലീസ് ഒരു വ്യാപകമായ രീതിയിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ശരി, എന്തായാലും വിഷയത്തിൽ പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ്. കൊച്ചിയിൽ വീണ്ടും ATM തട്ടിപ്പ് ഉണ്ടായിരിക്കുന്നു. ഒരേ ബാങ്കിന്റെ ATM കാർഡുകൾ കേന്ദ്രീകരിച്ചാണ് നിലവിൽ തട്ടിപ്പുണ്ടായത്. 11 ATMകളിലാണ് തട്ടിപ്പ് നടന്നതെന്ന പ്രാഥമിക വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. മറ്റു വാർത്തകളിലേക്ക് വരുമ്പോൾ പാലക്കാട് CPI ജില്ലാ സമ്മേളനത്തിൽ സെക്രട്ടറിയെ തെരഞ്ഞെടുക്കാനും മത്സരം. KP സുരേഷ് രാജ്, പാലോട് മണികണ്ഠൻ എന്നിവരായിരുന്നു മത്സരരംഗത്ത്. സുരേഷ് രാജ് വിജയിച്ചു. ജില്ലാ കൌൺസിലിലേക്കും വോട്ടെടുപ്പ് നടന്നിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി സെക്രട്ടറി എന്ന് പറയുന്നത് ഒരു അലങ്കാരപദമൊന്നുമല്ല. നമ്മുടെ പാർട്ടിയുടെ പ്രവർത്തനങ്ങളിൽ ഓരോരുത്തർക്കും ഓരോ പദവികളുണ്ട്. അത് പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള പദവികൾ മാത്രമാണ്. അതൊരു അലങ്കാരമായിട്ടൊന്നും നമ്മൾ കൊണ്ടു നടക്കാറില്ല. ഇതൊരു പുതിയ പദവിയായിട്ടും എനിക്ക് തോന്നുന്നില്ല. കാരണം കഴിഞ്ഞ 10 വർഷമായിട്ട് പാലക്കാട് ജില്ലയിലെ പാർട്ടിയുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ള ഒരു അനുഭവമുള്ളതുകൊണ്ട് ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ പാർട്ടി ആവശ്യപ്പെട്ടപ്പോൾ ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തു എന്നതിനപ്പുറത്തേക്ക് മറ്റൊരു കാര്യം ഈ സമയത്ത് ചൂണ്ടിക്കാണിക്കാനില്ല. നമുക്കറിയാം, നമ്മുടെ രാജ്യവും കേരളവും ഒക്കെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന നിരവധിയായ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യാനും
അതിനുവേണ്ടി ജനങ്ങളെ അണിനിരത്താനുമുള്ള വലിയ ഉത്തരവാദിത്തമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചുമതലയേൽക്കുമ്പോൾ നമുക്ക് നിർവഹിക്കാനുള്ളത്. അതിനെല്ലാവരുടെയും സഹകരണം ഉണ്ടാകണം എന്നീ സന്ദർഭത്തിൽ അഭ്യർത്ഥിക്കുന്നു. വാർത്തയുടെ വിശദാംശങ്ങളുമായി പ്രസാദ് ഉടുമ്പശ്ശേരിയാണ് ചേരുന്നത്. പ്രസാദ്, ജില്ലാ സെക്രട്ടറിയെ തെരഞ്ഞെടുക്കാനടക്കം മത്സരം നടക്കേണ്ട സാഹചര്യം എന്താണ്? കൂടുതൽ വിശദാംശങ്ങൾ. രഞ്ജിനി, 45 കൗൺസിലിലേക്ക് ശക്തമായ മത്സരം നടന്നിരുന്നു. അതിനുശേഷം ജില്ലാ സെക്രട്ടറിയെ തെരഞ്ഞെടുക്കുന്നതിൽ ഔദ്യോഗിക വിഭാഗം KP സുരേഷ് രാജിന്റെ പേരാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. എന്നാൽ എതിർവിഭാഗം മണികണ്ഠൻ പാലോടിനെയും സെക്രട്ടറി സ്ഥാനത്തേക്ക് നിർദ്ദേശിച്ചു. ഇതേ തുടർന്ന് ആണ് ഭൂരിപക്ഷം KP സുരേഷ് രാജിനായിരുന്നു ഈ ഔദ്യോഗിക വിഭാഗത്തിൽ. 45 കൗൺസിലിൽ 28 പേർ ഔദ്യോഗിക പക്ഷത്തോടൊപ്പം ബാക്കി 17 പേർ എതിർപക്ഷത്തുമാണ് ഉണ്ടായിരുന്നത്. ഇതിനു പുറമെ 5 നോമിനേറ്റഡ് അംഗങ്ങൾ കൂടി കൗൺസിലിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. എന്തായാലും KP സുരേഷ് രാജ് 4ാം തവണയാണ് ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെടുന്നത്. പാർട്ടിയുടെ പ്രത്യേക ഇളവ് കണക്കിലെടുത്തുകൊണ്ടാണ് ഇദ്ദേഹത്തെ 4ാം തവണയും ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഇപ്പോൾ പരിഗണിച്ചിട്ടുള്ളത്. ശക്തമായ മത്സരം കൗൺസിലിലേക്ക് ഉൾപ്പെടെ നടന്നു എന്നുള്ളതാണ്. ഇതിൽ നേരത്തെ തന്നെ ഇന്നലെ വൈകിട്ട് നടന്ന വോട്ടെടുപ്പ് പൂർത്തിയായത് ഇന്ന് പുലർച്ചെ 2 മണിക്കാണ്. പിന്നീട് 5 മണിയോടുകൂടി വോട്ടെണ്ണൽ ആരംഭിച്ചു. 8:30യോടുകൂടിയാണ് വോട്ടെണ്ണൽ നടപടികളെല്ലാം തന്നെ അവസാനിച്ചിട്ടുള്ളത്. ഇപ്പോൾ പുതിയ ജില്ലാ സെക്രട്ടറി KP സുരേഷ് രാജിനെ തെരഞ്ഞെടുത്തു. ശരി, പ്രസാദാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം. ചരിത്ര നിയോഗവുമായി താഹിറ UAE-യിൽ നിന്നും നാട്ടിലെത്തി. 2 വർഷം മുൻപ് കോവിഡ് ബാധിച്ചു മരിച്ച കന്യാകുമാരി സ്വദേശി രാജ്കുമാർ തങ്കപ്പന്റെ ചിതാഭസ്മവുമായാണ് കോഴിക്കോട് സ്വദേശി താഹിറ കല്ലുമുറിക്കൽ എത്തിയത്. പുലർച്ചെ തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിയ താഹിറ ഉച്ചയോടെ കന്യാകുമാരിയിലെത്തി ചിതാഭസ്മം കൈമാറും. ആദ്യമായാണ് UAE-യിൽ മരിച്ചയാളുടെ ചിതാഭസ്മം നാട്ടിലെത്തിക്കുന്നത്. 2020 മെയ്യിലാണ് കന്യാകുമാരി സ്വദേശി രാജ്കുമാർ തങ്കപ്പൻ UAE-യിൽ കോവിഡ് ബാധിച്ച് മരിച്ചത്. ഏറ്റെടുക്കാൻ ആരുമില്ലാതെ മൃതദേഹം UAE-യിൽ തന്നെ സംസ്കരിച്ചു. രാജ്കുമാറിന്റെ ചിതാഭസ്മം ഏറ്റുവാങ്ങിയത് സുഹൃത്തായ കോട്ടയം സ്വദേശി സിജോ പോൾ. എന്നാൽ സാമ്പത്തിക ബുദ്ധിമുട്ട് മൂലം നാട്ടിൽ വരാൻ സിജോയ്ക്ക് കഴിഞ്ഞില്ല. സ്വന്തം താമസ സ്ഥലത്ത് സിജോ ചിതാഭസ്മം സൂക്ഷിച്ചു വെച്ചു. അമ്മയെ നേരത്തെ തന്നെ നഷ്ടപ്പെട്ട രാജ്കുമാറിന്റെ മക്കൾ അച്ഛൻ്റെ ചിതാഭസ്മമെങ്കിലും ഏറ്റുവാങ്ങണമെന്ന ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു. ഇതറിഞ്ഞാണ് UAE-യിൽ ആരോഗ്യ സാമൂഹ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന താഹിറ ഈ ദൗത്യം ഏറ്റെടുത്തത്. എല്ലാവർക്കും ഒരു പ്രശ്നം, ഇതെങ്ങനെ കൊണ്ടുപോകും, ബാക്കി പേപ്പർ വർക്കുകൾ ഇതിന് ഒരുപാടുണ്ട്. കാരണം 2 വർഷമായല്ലോ. ആ ഒരു ഒബ്സ്റ്റക്കിൾസ് ആണ് എന്നെ പിന്നെ അവനെ ഹെൽപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ആ കുടുംബത്തിനും ഹെൽപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചത്. ഏറെ സങ്കീർണമായ നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിച്ചാണ് ഒടുവിൽ താഹിറ ചിതാഭസ്മവുമായി കന്യാകുമാരിയിലേക്ക് തിരിച്ചത്. ലുലു ഗ്രൂപ്പ് മാർക്കറ്റിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് മേധാവി V. നന്ദകുമാർ ഇതിനുള്ള ചെലവ് വഹിച്ചു. ജീവിച്ചിരുന്നപ്പോൾ ഒരിക്കലും കണ്ടിട്ടില്ലാത്തയാളുടെ ചിതാഭസ്മവുമായി താഹിറ എത്തുമ്പോൾ കന്യാകുമാരിയിൽ കാത്തിരിക്കുകയാണ് രാജ്കുമാറിന്റെ പ്രിയപ്പെട്ടവർ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ചിതാഭസ്മം നാട്ടിലെത്തിക്കാൻ കഴിഞ്ഞതിൽ സംതൃപ്തിയുണ്ടെന്ന് രാജ്കുമാർ തങ്കപ്പന്റെ മകൻ അഗ്ലീൻ രാഹുൽ ന്യൂസ് 18നോട്. UAE-യിൽ ചിതാഭസ്മം നാട്ടിലെത്തിക്കാൻ തയ്യാറായ താഹിറയുടേത് വലിയ സഹായമെന്നും അഗ്ലീൻ രാഹുൽ ന്യൂസ് 18നോട് പറഞ്ഞു. துபாய்க்கு வேலைக்கு போன அப்பா அங்கேருந்து தவறிட்டார் கொரோனானால். அப்போ அங்கேருந்து எங்களால் இங்கே பாடி கொண்டு வர முடியல. கொரோனா ஸ்டேஜ்னால அங்கேருந்து கொடுக்கவும் இல்லை. இப்போ அங்கே வச்சு எல்லாமே பண்ணிட்டாங்க. அப்போ எங்களுக்கு இங்கே இருந்து நான் பண்ண வேண்டியது அங்கே சிஜோபால்னு ஒருத்தர் அங்கே இருந்து பண்ணார். அப்பா ஒரு அநாத ஆசிரமத்தில் படித்த அதே இதில் அவர் படித்த ஒரு ஆள் தான் இந்த சிஜோபாலுங்கிறவர். இப்போ அவர் அங்கேருந்து பண்ணிவிட்டு அவரால் இங்கே வர முடியாத சுச்சுவேஷன், அதனால் சாம்பலை இங்கே கொண்டு வரவும் முடியல. அப்போது 2 வருஷம் ஆனதுனால எங்களுக்கும் அப்பாவும் பார்க்க முடியல, சாம்பலாச்சும் இங்கே வரணும்னு நினச்சிட்டு இருந்தோம். அப்போ இங்கே தெரிஞ்சவங்க கிட்ட எல்லாம் பேசி சோசியல் மீடியாவில் இதை பற்றி போட்டப்போ இங்கே கேரளாவை சேர்ந்த தாகிரான்னு ஒரு அக்கா அங்கே வேலை பார்த்துட்டு இருந்தாங்க. அவங்க சோசியல் ஒர்க்கரும். அதனால அவங்கள காண்டாக்ட் பண்ணி ஆஷை வாங்கிட்டு அடுத்து இப்போ இங்கே கொண்டு வந்துட்டுருக்காங்க. இன்றைக்கி மத்தியானத்துக்குள்ளே கொண்டு வந்துடுன்னு சொல்லியிருக்காங்க. அப்புறம் இங்கே அம்மாவோட கலர் இருக்குது, அதுக்கு பக்கத்துலேயே அப்பாவோட ஆஷ் வச்சு கலரை கட்டலான்னு சொல்லிட்டு பார்த்துட்டு இருந்தோம். இது எங்களுக்கு ஒரு பெரிய உதவி. இப்போ இருக்க இந்த நிலைமையில் யாருமே இது பண்ண மாட்டாங்க. அது இந்த கொரோனாவில் இருந்ததுனாலேயே அங்கே வச்சிருக்க கூட நிறைய பேர் பயப்பட்டாங்க. ஆனால் இவங்க தைரியமாக எடுத்துகிட்டு வரேன்னு சொன்னது எங்களுக்கு ரொம்ப சந்தோஷமாக இருக்குது.
കന്യാകുമാരിയിൽ നിന്നും വാർത്തയുടെ വിശദാംശങ്ങളുമായി സജയനാണ് ചേരുന്നത്. സജയൻ, ആദ്യമായാണ് യുഎയിൽ മരിച്ചയാളുടെ ചിതാഭസ്മം നാട്ടിലെത്തിക്കാൻ കഴിയുന്നത്. വലിയൊരു കാര്യമാണ് താഹിറയുടെ ചെയ്തു വെക്കുന്നതിൽ കുടുംബവും സംതൃപ്തി രേഖപ്പെടുത്തുന്നുമുണ്ട്. എങ്ങനെയാണ് ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ? എപ്പോഴായിരിക്കും ചിതാഭസ്മം കന്യാകുമാരിയിലെത്തി കുടുംബത്തിന് കൈമാറുക? രഞ്ജിനി, തീർച്ചയായും വളരെ കുടുംബത്തിന് ആശ്വാസം പകരുന്ന ഒരു സംഭവമാണ്. 2020 മെയ് മാസത്തിലാണ് യുഎയിൽ രാജ്കുമാർ കോവിഡ് ബാധിച്ച് മരിക്കുകയും തുടർന്ന് രാജ്കുമാറിന്റെ മൃതശരീരം നാട്ടിലെത്തിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമായതിനാൽ അവിടെ തന്നെ സംസ്കരിക്കുകയായിരുന്നു. പക്ഷെ രാജ്കുമാറിന്റെ ഭാര്യ, അതായത് ഈ 2 കുട്ടികളുടെയും മാതാവ് 2012 ഒരു അപകടത്തിൽ മരിച്ചിരുന്നു. ഈ രാജ്കുമാറിന്റെ മരണത്തോടെ മാതാവും പിതാവും മരിച്ച 2 കുട്ടികളും തീർത്തും അനാഥരായിരുന്നു. ഇതിനെ തുടർന്ന് ഇവരുടെ സിജോ എന്ന പിതാവിന്റെ സുഹൃത്ത് മുഖാന്തരം ചിതാഭസ്മെങ്കിലും നാട്ടിലെത്തിക്കാൻ വളരെ തീവ്ര ശ്രമം നടത്തി വരികയായിരുന്നു. പല ബന്ധുക്കളും നാട്ടിൽ വരുമ്പോൾ സിജോ എന്ന രാജ്കുമാറിന്റെ സുഹൃത്ത് ചിതാഭസ്മം നാട്ടിൽ മക്കളുടെ അടുത്ത് എത്തിക്കാൻ വേണ്ടി തീവ്ര ശ്രമം നടത്തിയിരുന്നു. പക്ഷെ എംബസി വഴി പല റെക്കോർഡിക്കലായിട്ടുള്ള പല കാര്യങ്ങളും കൈകാര്യം ഉണ്ടായിരുന്നതിനാൽ ഇത് ആരും തന്നെ കൈയേൽക്കാൻ തയ്യാറായില്ല. ഈ അവസ്ഥയിലാണ് സോഷ്യൽ മീഡിയയിലൂടെ ഈ 2 കുട്ടികളുടെയും ചിതാഭസ്മം എങ്ങനെയെങ്കിലും നാട്ടിലെത്തിക്കാൻ സഹായിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ പല പോസ്റ്റുകളും പോസ്റ്റ് ചെയ്യുകയും അത് കോഴിക്കോട്ടുകാരി സാമൂഹ്യ പ്രവർത്തകയുമായ താഹിറ കാണാനിടയാവുകയും തുടർന്ന് താഹിറ ഇപ്പോൾ എംബസി മുഖാന്തരം നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിച്ച് ഇന്ന് 12 മണിയോടെ കുട്ടികൾക്ക് തങ്ങളുടെ പിതാവിന്റെ ചിതാഭസ്മം കൈമാറാനുള്ള സമയം 12 മണിയാണ്. അവർ ഇപ്പോൾ തിരുവനന്തപുരം എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് റോഡ് മാർഗം കാർ മുഖാന്തരം കന്യാകുമാരി ജില്ലയിലെ അരുമനയ്ക്ക് സമീപം കുഴിച്ചലിലാണ് രാജ്കുമാറിന്റെ ഭവനം. അവിടെ എത്തി കുട്ടികൾക്ക് കൈമാറുകയും അതിനെ തുടർന്ന് നേരത്തെ തന്നെ മാതാവ് മരിച്ചതിനാൽ മാതാവിന് സമീപത്ത് തന്നെ ചിതാഭസ്മം കിട്ടുമെന്ന പ്രതീക്ഷയോടെ കുട്ടികൾ പിതാവിനും കല്ലറ തീർത്ത് ചിതാഭസ്മം കിട്ടിയ അവിടെ തന്നെ മരണാനന്തര ചടങ്ങുകളും ചിതാഭസ്മം അവിടെ സൂക്ഷിക്കാനുള്ള നടപടിക്രമങ്ങളെല്ലാം ചെയ്ത് തയ്യാറെടുപ്പിലായിരുന്നു. ഇപ്പോൾ താഹിറയുടെ ഈ പ്രവൃത്തി വളരെ സന്തോഷവും സംതൃപ്തിയുമാണ് ആ 2 കുട്ടികൾക്കും നൽകുന്നത്. 20ഉം 22ഉം വയസ്സായ കുട്ടികളാണ്. മരിക്കുമ്പോൾ രാജ്കുമാറിന് 44 വയസ്സും മകൾക്ക് റെക്സി മുക്തിൻ റെക്സി 20 വയസ്സും അക്രീൻ രാഹുൽ 20 വയസ്സും 18 വയസ്സുമായിരുന്നു. ഇപ്പോൾ 22ഉം 20ഉം വയസ്സായ കുട്ടികളാണ്. ഇവർ മുഴുവൻ തയ്യാറെടുപ്പുകളോടെയും ഏതാനും മണിക്കൂറുകൾക്കും 12 മണിയോടെ. ശരി, എന്തായാലും രാജ്കുമാറിന്റെ ചിതാഭസ്മം 12 മണിയോടുകൂടി താഹിറ കന്യാകുമാരിയിലെത്തി കുടുംബത്തിന് കൈമാറും. കുടുംബം വലിയ ഒരു സംതൃപ്തിയും ആശ്വാസവുമാണ് ഇതിൽ രേഖപ്പെടുത്തുന്നത്. കണ്ണൂർ കേരള സർവകലാശാലകൾക്കെതിരെ ചാൻസലറായ ഗവർണറുടെ നടപടി വൈകാതെ ഉണ്ടായേക്കും. കണ്ണൂർ സർവകലാശാല VC ഗോപിനാഥ് രവീന്ദ്രനെതിരെ കടുത്ത നടപടിക്കാണ് രാജ്ഭവൻ തയ്യാറെടുക്കുന്നത്. ചാൻസലർക്കെതിരെ പ്രമേയം പാസാക്കിയ കേരള സർവകലാശാല സെനറ്റിനെതിരെയും നടപടിയുണ്ടാകും. ഗവർണറോട് ഇനി സമവായ പാത വേണ്ടെന്നാണ് സർക്കാരിന്റെയും CPM-ന്റെയും നിലപാട്. സ്കൂളുകളിലെ അധ്യാപക വിദ്യാർത്ഥി അനുപാതം ഒഴിവാക്കിയതിൽ അധ്യാപകർക്ക് ആശങ്ക വേണ്ട എന്ന് വിദ്യാഭ്യാസ വകുപ്പ്. അധ്യാപകരുടെ തസ്തിക നഷ്ടമുണ്ടാകുന്ന സാഹചര്യം ഉടലെടുത്താൽ ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി അറിയിച്ചു. അതേസമയം വിഷയത്തിൽ സർക്കാർ വ്യക്തത വരുത്തണമെന്നാണ് പ്രതിപക്ഷ അധ്യാപക സംഘടനകളുടെ ആവശ്യം. വിദ്യാർത്ഥികൾ കുറവായതിനെ തുടർന്ന് ജോലി നഷ്ടമാകാൻ സാധ്യതയുള്ള അധ്യാപകരെ സംരക്ഷിക്കാനാണ് 1997 1:40 എന്ന അനുപാതം നിശ്ചയിച്ചത്. അതുവരെ നിലവിലുണ്ടായിരുന്നത് 1:45 എന്ന അനുപാതമായിരുന്നു. ഈ മാസം ആദ്യം തസ്തിക നിർണയം സംബന്ധിച്ച് വിദ്യാഭ്യാസ വകുപ്പ് പുറപ്പെടുവിച്ച മാർഗനിർദ്ദേശങ്ങളുടെ ഉത്തരവിലാണ് 1:40 എന്ന അനുപാതം ഇനി തുടരേണ്ടതില്ലെന്ന് വ്യക്തമാക്കിയത്. സർക്കാർ സ്കൂൾ അധ്യാപകർക്ക് തസ്തിക കുറയുന്നതനുസരിച്ച് സ്ഥലം മാറ്റം നൽകി പ്രശ്നം പരിഹരിക്കാമെങ്കിലും സർക്കാർ തീരുമാനം ഏറ്റവും കൂടുതൽ ആശങ്കയിലാക്കിയിരിക്കുന്നത് എയ്ഡഡ് സ്കൂൾ അധ്യാപകരെയാണ്. ഈ ഘട്ടത്തിലാണ് ഹൈസ്കൂളിൽ ഉൾപ്പെടെ തസ്തിക നഷ്ടപ്പെടുന്ന അധ്യാപകരുണ്ടെങ്കിൽ പ്രശ്നം പരിഹരിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി ഉറപ്പു നൽകിയത്. ഇക്കാര്യത്തിൽ അധ്യാപകർക്ക് ആശങ്ക വേണ്ടെന്നും മന്ത്രി അറിയിച്ചു. അതേസമയം വിഷയത്തിൽ സർക്കാർ വ്യക്തത വരുത്താൻ തയ്യാറാകണമെന്നാണ് പ്രതിപക്ഷ അധ്യാപക സംഘടനകളുടെ ആവശ്യം. എന്താണ് ലക്ഷ്യം വയ്ക്കുന്നത്? പൊതുവിദ്യാഭ്യാസ സംരക്ഷണമാണ് ലക്ഷ്യമെങ്കിൽ, പൊതുവിദ്യാഭ്യാസത്തിന്റെ ശാക്തീകരണമാണ് ലക്ഷ്യമെങ്കിൽ ഒരു കാരണവശാലും ഇത്തരം ഒരു തീരുമാനമായിട്ട് ഗവൺമെന്റ് മുന്നോട്ട് പോകില്ല. അതുകൊണ്ട് ഏറ്റവും വേഗത്തിൽ ഇപ്പോൾ
കഴിഞ്ഞു, ഫിക്സേഷൻ സമയം കഴിഞ്ഞു, 20-ാം തീയതി ഫിക്സേഷൻ കഴിഞ്ഞു. അധ്യാപകർ അങ്കലാപ്പിലാണ്, വിദ്യാർത്ഥികളും ഞാൻ പറയുന്ന വിദ്യാഭ്യാസ മേഖലയാകെ അങ്കലാപ്പിലാണ്. അതുകൊണ്ട് ഏറ്റവും വേഗത്തിൽ 1:40 ഉത്തരവ് പുനഃസ്ഥാപിക്കണം എന്ന് KPST ആവശ്യപ്പെടുകയാണ്. 1:40 എന്ന അനുപാതം പുനഃസ്ഥാപിച്ചില്ലെങ്കിൽ പ്രതിഷേധം കടുപ്പിക്കാനാണ് അധ്യാപക സംഘടനകളുടെ തീരുമാനം. ന്യൂസ് 18 തിരുവനന്തപുരം. ഹൈക്കോടതി ഉത്തരവിൽ പ്രവർത്തിക്കുന്ന മലപ്പുറം കരുവാരക്കുണ്ട് അരിമണലിലെ ബദൽ സ്കൂളിന് ഉച്ചഭക്ഷണത്തിന് സർക്കാർ സഹായം ലഭിക്കുന്നില്ല. 100-ലേറെ കുട്ടികൾ പഠിക്കുന്ന MGLC സ്കൂളിന് ഉച്ചഭക്ഷണത്തിനുള്ള അരിയോ പോഷകാഹാരങ്ങളോ സർക്കാർ നൽകുന്നില്ല. സ്കൂൾ ഭാരവാഹികളും PTAയും ചേർന്നാണ് ഇപ്പോൾ സ്കൂളിലെ കുട്ടികൾക്ക് ഉച്ചഭക്ഷണം നൽകുന്നത്. സർക്കാർ അടച്ചുപൂട്ടാൻ നിർദ്ദേശിച്ച അരിമണലിലെ ഈ ബദൽ സ്കൂൾ ഇപ്പോൾ ഹൈക്കോടതി ഉത്തരവിന്റെ പിൻബലത്തിലാണ് പ്രവർത്തിക്കുന്നത്. ഇവിടെയുണ്ടായിരുന്ന അധ്യാപകരെ സർക്കാർ ജൂൺ 1 മുൻപ് തന്നെ മറ്റു സ്കൂളുകളിലേക്ക് മാറ്റി നിയമിച്ചിരുന്നു. പിന്നീട് PTAയുടെ നേതൃത്വത്തിൽ പുതിയ 6 അധ്യാപകരെ നിയമിച്ചാണ് സ്കൂൾ പ്രവർത്തിക്കുന്നത്. സർക്കാർ സഹായം നിലച്ചതോടെ ഇവരുടെ ശമ്പളവും ഉച്ചഭക്ഷണ ചെലവുമൊക്കെ നാട്ടുകാർ പിരിവെടുത്താണ് നടത്തുന്നത്. വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. സർക്കാർ അരി തരുന്നില്ല, ഭക്ഷണങ്ങളൊന്നും തരുന്നില്ല, സ്റ്റാഫിന് ശമ്പളം കൊടുക്കുന്നില്ല. ഇതൊക്കെ നാട്ടുകാർ പിരിവെടുത്തിട്ടാണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് ഈ സ്റ്റേ കൊണ്ട് നമ്മൾ അത് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ചോദിച്ചാൽ സർക്കാരിൻ്റെ കണ്ണ് തുറന്ന് സ്കൂൾ സർക്കാർ ഏറ്റെടുത്ത് ഇതൊരു LP ആക്കി ഉയർത്തണം എന്നുള്ള ആവശ്യത്തോടു കൂടിയാണ് ഇപ്പോൾ നമ്മൾ മുന്നോട്ട് പോകുന്നത്. അല്ലാതെ സർക്കാരിന് എതിരായിട്ടോ അല്ലെങ്കിൽ സർക്കാരിന് ബദലായിട്ട് വേറെ സംവിധാനമോ അല്ല ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. മുൻപ് പ്രീ പ്രൈമറി അടക്കം 160-ൽ പരം കുട്ടികൾ പഠിച്ചിരുന്ന ഈ സ്ഥാപനം LP സ്കൂളാക്കി ഉയർത്തണമെന്ന് നിരന്തരം ആവശ്യപ്പെടുന്നതിനിടെയാണ് ബദൽ സ്കൂളുകളെല്ലാം നിർത്തലാക്കാൻ സർക്കാർ ഉത്തരവിട്ടത്. ജില്ലയിൽ ഇതടക്കം 6 ബദൽ സ്കൂളുകളാണ് ഇപ്പോൾ കോടതി സ്റ്റേയുടെ പിൻബലത്തിൽ പ്രവർത്തിക്കുന്നത്. കോടതി ഉത്തരവനുസരിച്ച് പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിന് സർക്കാരിന്റെ എല്ലാ ആനുകൂല്യങ്ങളും ലഭിക്കാൻ അവകാശമുണ്ടെന്നും ഇവർ പറയുന്നു. പഞ്ചായത്ത് ഏകദേശം 78 ലക്ഷം രൂപയോളം ചെലവഴിച്ചിട്ടാണ് ഈ ബിൽഡിംഗ് ഞങ്ങൾക്ക് പണിത് തന്നത്. അപ്പോൾ ഈ എല്ലാവരുടെയും ബുദ്ധിമുട്ടൊക്കെ ഇതാക്കിയിട്ടാണ് ഞങ്ങൾ ഈ സ്കൂൾ ഇവിടെ നിലനിർത്താൻ ശ്രമിക്കുന്നത്. ഇതൊരു LP സ്കൂളാക്കി നിലനിർത്തി സർക്കാർ തരും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. അതേസമയം സ്ഥാപനത്തിൽ ഇപ്പോൾ സർക്കാർ നോമിനികളായി ആരുമില്ലാത്തതിനാൽ ഉച്ചഭക്ഷണ ഫണ്ട് കൈമാറാൻ സാങ്കേതിക തടസ്സമുണ്ടെന്നാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ വിശദീകരണം. 2003-ൽ മദ്രസ കെട്ടിടത്തിൽ തുടങ്ങിയ സ്ഥാപനത്തിന് 1/2 കോടിയിലധികം രൂപ മുടക്കി നാട്ടുകാർ വാങ്ങിയ സ്ഥലത്ത് 1 കോടിയോളം രൂപ ചെലവിട്ട് പഞ്ചായത്തിന്റെ സഹായത്തോടെയാണ് 2 നില കെട്ടിടം പണിതത്. ഇവിടെയുള്ള കുട്ടികൾക്ക് തൊട്ടടുത്ത നീലാഞ്ചേരി സ്കൂളിലെത്താൻ 3 കിലോമീറ്റർ അധികം സഞ്ചരിക്കണം. അതുകൊണ്ട് തന്നെ ഈ ബദൽ സ്കൂൾ നിലനിർത്താൻ നാടൊന്നാകെ പോരാടുകയാണ് ഇവിടെ. ന്യൂസ് 18 മലപ്പുറം. മരുന്ന് കമ്പനികളുടെ മുന്നറിയിപ്പ് അവഗണിച്ച് അന്തിമ പരിശോധന നടത്താതെ പേവിഷബാധയ്ക്കുള്ള വാക്സിൻ ഉപയോഗിച്ച KMSCL നടപടി വിവാദമാകുന്നു. പേവിഷബാധ ഏൽക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചതോടെ വാക്സിൻ സ്റ്റോക്കില്ലാതെ വന്നതോടെയാണ് അന്തിമ പരിശോധന പോലും നടത്താതെ മരുന്ന് വാങ്ങിക്കൂട്ടിയത്. പേവിഷബാധ തടയുന്നതിനുള്ള ഇക്വൻ ആന്റി റാബീസ് ഇമ്മ്യൂണോഗ്ലോബുലിൻ വാക്സിനാണ് അന്തിമ പരിശോധന നടത്താതെ കേരളത്തിൽ ഉപയോഗിച്ചത്. കേന്ദ്ര മരുന്ന് പരിശോധനാ വിഭാഗമായ CDLന്റെ അന്തിമ പരിശോധന നടത്തിയ ശേഷമേ വാക്സിൻ നൽകാറുള്ളൂ. എന്നാൽ പേവിഷബാധ കേസുകൾ വർദ്ധിച്ചതോടെ പരിശോധന നടത്താതെ KMSCL വാക്സിൻ വാങ്ങിക്കൂട്ടുകയായിരുന്നു. ഫലപ്രദമാണോ എന്നും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനാകുമോ എന്നും അന്തിമ പരിശോധന നടത്തേണ്ടത് CDL ആണ്. അന്തിമ പരിശോധന നടത്താതെ മരുന്ന് വിതരണം ചെയ്താലുണ്ടാകുന്ന പ്രശ്നങ്ങളിൽ തങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ടാകില്ലെന്ന് മരുന്ന് കമ്പനികൾ KMSCLന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. പേവിഷബാധയ്ക്കുള്ള കുത്തിവെപ്പെടുത്തിട്ടും ആളുകൾ മരിച്ച വിവരങ്ങൾ പുറത്തുവന്ന സാഹചര്യത്തിലാണ് ആരോഗ്യവകുപ്പ് പ്രതിക്കൂട്ടിലാവുന്നത്. ഇതിനൊക്കെ ഒരു കാരണം ചിലപ്പോൾ ഈ വാക്സിനിന്റെ പ്രശ്നമായിരിക്കാം. കൃത്യമായ പരിശോധനയില്ലാതെ ഇപ്പൊ നമ്മുടെ ഡ്രഗ് കൺട്രോളർ തന്നെ പറഞ്ഞു, ഉത്തരവാദിത്തം ഏൽക്കാൻ സാധിക്കില്ല, അത് കൊടുക്കാൻ പറ്റില്ല, എത്രത്തോളം ഫലപ്രദമാകുമെന്ന് ഉറപ്പ് പറയാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. എന്നിട്ടും നമ്മുടെ കോർപ്പറേഷൻ അത് തന്നെ നിർബന്ധിച്ചെടുപ്പിച്ച് പരിശോധനകളില്ലാതെ കൊടുത്തത് ഗുരുതരമായ ലംഘനമാണ്, മനുഷ്യാവകാശ ലംഘനമാണ് എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. കേന്ദ്ര ലാബായ CDLന്റെ അന്തിമ അനുമതിയില്ലാതെ വാക്സിൻ വിതരണം ചെയ്തത് ചട്ടവിരുദ്ധമാണെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. മരുന്നുൽപാദനം കഴിഞ്ഞ ശേഷം പരിശോധനകൾ പൂർത്തിയാക്കി 40 ദിവസങ്ങൾ പിന്നിട്ടാണ് വിതരണത്തിനെത്തുക. വൈകി ടെൻഡർ നൽകിയ കേരള ആരോഗ്യവകുപ്പ് വാക്സിൻ പെട്ടെന്ന് ലഭ്യമാക്കാനാണ് അന്തിമ പരിശോധന ഒഴിവാക്കിയത്. S. വിനേഷ് കുമാർ, ന്യൂസ് 18 കോഴിക്കോട്. കേരളത്തിലെ ആദ്യ മെഡിക്കൽ കോളേജായ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് 70ന്റെ നിറവിൽ. പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾ ഇന്ന് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. 3 മാസം നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങൾക്കാണ് തുടക്കമാകുന്നത്.
തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ ചരിത്രം കേരളത്തിലെ ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ കൂടി ചരിത്രമാണ്. പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവാണ് 1951 മെഡിക്കൽ കോളേജ് നാടിന് സമർപ്പിച്ചത്. 52 ക്ലാസുകൾ ആരംഭിച്ചു. പിന്നീടങ്ങോട്ട് ആദ്യ നഴ്സിംഗ് കോളേജ്, ആദ്യ ദന്തൽ കോളേജ്, ഫാർമസി കോളേജ്, ക്യാൻസർ സെന്റർ തുടങ്ങി എല്ലാം ഒരു വളപ്പിൽ പ്രവർത്തനം തുടങ്ങി. കേരളത്തിലെ ആരോഗ്യമേഖലയിലെ എല്ലാ തുടക്കവും അങ്ങനെ ഇവിടെ നിന്നായി. എഴുപത് വർഷത്തിൽ രാജ്യത്തിനകത്തും പുറത്തും വിദേശ രാജ്യങ്ങളിലുമായി ആരോഗ്യരംഗത്തെ ഒരു കൂട്ടം വിദഗ്ധരെ സംഭാവന ചെയ്യാൻ മെഡിക്കൽ കോളേജിന് കഴിഞ്ഞു. ഇംഗ്ലണ്ടിൽ പോലും ഇപ്പോഴും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് 1500ഓളം ഡോക്ടർമാരാണ് അവിടെ വർക്ക് ചെയ്യുന്നത്, അവിടുത്തെ നാഷണൽ ഹെൽത്ത് സർവീസിൽ. എനിക്ക് തോന്നുന്നില്ല വേറെ ഇംഗ്ലണ്ടിന് വെളിയിലുള്ള ഒരു സിംഗിൾ മെഡിക്കൽ കോളേജിൽ നിന്ന് പോലും ഇത്രയും ഡോക്ടർമാർ അവിടെ UK വർക്ക് ചെയ്യത്തില്ല. അമേരിക്കയിൽ ഇതിൻ്റെ ഇരട്ടി കാണും. ലോകത്തിലെ ഏറ്റവും പ്രമുഖമായ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ട് എടുത്തു കഴിഞ്ഞാലും അവിടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഒരു ഡോക്ടറോ അല്ലെങ്കിൽ ഇവിടെ പഠിച്ചൊരു നേഴ്സോ ആദ്യം അറിയാം. ഇവിടുത്തെ നഴ്സിംഗ് കോളേജിലാണ് ആദ്യം BSc നഴ്സിംഗ് കേരളത്തിൽ ആദ്യമായിട്ട് തുടങ്ങുന്നത്. ഞാൻ പറഞ്ഞത് നമ്മുടെ ഒരു എല്ലാ മെഡിക്കൽ കോളേജിൻ്റെയും മദർ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് വേണേൽ പറയാം. 3 മാസം നീണ്ടു നിൽക്കുന്ന ആഘോഷമാണ് പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ച് നടത്തുന്നത്. നാളെ വൈറസ് രോഗങ്ങളുമായി ബന്ധപ്പെട്ട് ആഗോളതലത്തിൽ വിദഗ്ധരായ ഡോക്ടർമാർ നയിക്കുന്ന ചർച്ചകളും സംഘടിപ്പിച്ചിട്ടുണ്ട്. നിരവധി പ്രതികൂല സാഹചര്യങ്ങൾ മറികടന്നാണ് 1951 നിന്ന് 70 വർഷം പിന്നിട്ട തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഇവിടെ എത്തി നിൽക്കുന്നത്. ഇന്ന് കേരളത്തിലെ എന്നല്ല ദക്ഷിണേന്ത്യയിലെ തന്നെ മികച്ച ആശുപത്രികളിൽ ഒന്നായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് മാറിക്കഴിഞ്ഞു. 10,000-ലധികം പേരാണ് പ്രതിദിനം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെ ചികിത്സയ്ക്ക് വേണ്ടി മാത്രം ആശ്രയിക്കുന്നത്. 70 വർഷം പിന്നിടിന്റെ ആഘോഷങ്ങൾക്കൊപ്പം ഇനിയും ഒരുപാട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന് മുന്നോട്ടു പോകാനുണ്ട്. ക്യാമറാമാൻ സി വിനോദിനൊപ്പം ഉമേഷ് ബാലകൃഷ്ണൻ, ന്യൂസ് 18 തിരുവനന്തപുരം. ആം ആദ്മി പാർട്ടി BJP പോര് തുടരുന്നതിനിടെ ഡൽഹി നിയമസഭാ സമ്മേളനം ഇന്ന് ആരംഭിക്കും. ഡൽഹി സർക്കാരിനെ അട്ടിമറിക്കാൻ BJP ശ്രമിക്കുന്നുവെന്ന ആരോപണം മുൻനിർത്തിയാണ് ആം ആദ്മി പ്രത്യേക നിയമസഭാ സമ്മേളനം വിളിച്ചത്. മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഉൾപ്പെടെയുള്ള ആം ആദ്മി നേതാക്കൾ ഈ വിഷയം സഭയിൽ ഉന്നയിക്കും. MLA-മാർക്ക് പണം വാഗ്ദാനം ചെയ്ത് ഓപ്പറേഷൻ താമര നടപ്പാക്കാനുള്ള BJP നീക്കം തകർത്തെന്ന് ആം ആദ്മി അവകാശപ്പെട്ടിരുന്നു. ഡൽഹി ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയയ്ക്കെതിരായ മദ്യനയ അഴിമതി ആരോപണത്തിൽ നിയമസഭാ സമ്മേളനം പ്രക്ഷുബ്ധമായേക്കും. ജാർഖണ്ഡിൽ നിയമ പോരാട്ടത്തിനൊരുങ്ങി മഹാസഖ്യ സർക്കാർ. മുഖ്യമന്ത്രി ഹേമന്ത് സോറന്റെ നിയമസഭാ അംഗത്വം റദ്ദാക്കിയാൽ ഉടൻ കോടതിയെ സമീപിക്കാനാണ് നീക്കം. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടി രാഷ്ട്രീയ പ്രേരിതമാണ് എന്നാണ് JMM ആരോപിക്കുന്നത്. മുഖ്യമന്ത്രിയായിരിക്കെ സ്വന്തം പേരിൽ ഖനനാനുമതി നേടിയ കേസിലാണ് ഹേമന്ത് സോറിനെതിരെ നടപടിക്ക് സാധ്യത. സോറന്റെ നിയമസഭാ അംഗത്വം റദ്ദാക്കണമെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഗവർണറെ അറിയിച്ചു കഴിഞ്ഞു. ഗവർണർ രമേശ് ഭായിസ് വിഷയത്തിൽ ഇന്ന് തീരുമാനമെടുത്തേക്കും. കോൺഗ്രസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നീളാൻ സാധ്യതയെന്ന റിപ്പോർട്ട്. ഈ മാസം 28-ന് ചേരുന്ന വർക്കിംഗ് കമ്മിറ്റി യോഗത്തിൽ ഇത് സംബന്ധിച്ച് അന്തിമ തീരുമാനമുണ്ടാകും. പുതിയ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കാനുള്ള നടപടിക്രമങ്ങൾ ഓഗസ്റ്റ് 21-ന് തുടങ്ങി. സെപ്റ്റംബർ 20-ന് പുതിയ പ്രസിഡന്റിനെ പ്രഖ്യാപിക്കുന്ന തരത്തിലായിരുന്നു തെരഞ്ഞെടുപ്പ് ഷെഡ്യൂൾ പ്രഖ്യാപിച്ചിരുന്നത്. ഇത് ഏതാനും ആഴ്ചകൾ കൂടി നീളുമെന്നാണ് പുതിയ റിപ്പോർട്ട്. സോണിയാഗാന്ധിയുടെ അധ്യക്ഷതയിൽ ചേർന്ന വർക്കിംഗ് കമ്മിറ്റി യോഗത്തിൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും പങ്കെടുക്കും. അതേസമയം രാഹുൽ ഗാന്ധി പ്രസിഡന്റ് പദവി ഏറ്റെടുക്കണമെന്നാവശ്യപ്പെട്ട് നിരവധി നേതാക്കൾ രംഗത്തെത്തി. ഇക്കാര്യത്തിലും യോഗത്തിൽ തീരുമാനമായേക്കും. സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് NV രമണ ഇന്ന് വിരമിക്കും. രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠത്തിൽ മുഖ്യ ന്യായാധിപനായി 1.5 വർഷത്തെ സേവനത്തിന് ശേഷമാണ് പടിയിറക്കം. കഴിഞ്ഞ ദിവസം ED കേസിലെ വിധി പുനഃപരിശോധിക്കാനും ബിൽക്കിസ് ബാനു കേസിലെ പ്രതികളെ മോചിപ്പിച്ചതിനെതിരെയും നോട്ടീസ് നൽകി. പെഹാസസ് റിപ്പോർട്ട് ആശങ്കയുണ്ടാക്കുന്നതായും NV രമണ നിരീക്ഷിച്ചു. രാജ്യത്തെ 49ാമത് ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് UU ലളിത് നാളെ ചുമതലയേൽക്കും. നവംബർ 8 വരെയാണ് ജസ്റ്റിസ് UU ലളിത് ചീഫ് ജസ്റ്റിസായി പ്രവർത്തിക്കുക. ഇടവേള. കേരള കോൺഗ്രസ് വൈസ് ചെയർമാൻ സാജൻ ഫ്രാൻസിസ് അന്തരിച്ചു. മുൻ മന്ത്രിയും കേരള കോൺഗ്രസ് നേതാവുമായ CF തോമസിന്റെ സഹോദരനാണ്.
ഭൂരഹിതരായ പട്ടികവർഗക്കാരില്ലാത്ത ജില്ലയായി മാറാൻ തലസ്ഥാനം. ചെറ്റച്ചലിലെ ഭൂസമരം കൂടി ഒത്തുതീർപ്പായതോടെയാണ് ഇതിന് വഴി തുറന്നത്. 20 വർഷമായി തുടർന്നു വന്ന തിരുവനന്തപുരം ചെറ്റച്ചലിലെ ഭൂസമരം അവസാനിച്ചതോടെ അപൂർവ നേട്ടത്തിനൊരുങ്ങുകയാണ് തലസ്ഥാനം. ചെറ്റച്ചലിൽ സമരത്തിലായിരുന്ന 33 കുടുംബങ്ങൾക്ക് പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ കൈവശരേഖ കൈമാറി. ഇതോടെ ആഗസ്റ്റ് മാസം വരെ തലസ്ഥാന ജില്ലയിൽ അപേക്ഷ നൽകിയ പട്ടികവർഗക്കാർക്ക് മുഴുവൻ ഭൂമി നൽകി കഴിയും. ഭൂപ്രശ്നങ്ങളിൽ ശരിയായ ഇടപെടൽ നടത്തി അർഹരായവരെ ഭൂമിക്ക് അവകാശികളാക്കുക എന്നതാണ് സർക്കാർ നയമെന്ന് മന്ത്രി കെ രാധാകൃഷ്ണൻ പറഞ്ഞു. ഫോറസ്റ്റ് റൈറ്റ് ആക്ട് അനുസരിച്ചുള്ള ഭൂമി കൊടുക്കുന്ന കാര്യത്തിൽ ഇനി ഒട്ടും തന്നെ അമാന്തം പാടില്ല എന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നേതൃത്വത്തിൽ യോഗം ചേർന്ന് തീരുമാനിച്ചിട്ടുണ്ട്. 1 വർഷമാകുമ്പോഴേക്കും ഇനിയുള്ള അപേക്ഷകളെല്ലാം പരിശോധിച്ച് സമയബന്ധിതമായി നമുക്കവർക്ക് അവരുടെ കൈവശരേഖ കൊടുക്കാൻ വേണ്ടി കഴിയണം. അതിനുവേണ്ടിയുള്ള നടപടികൾ 14 ജില്ലകളിലും ആരംഭിച്ചു. നമ്മുടെ തിരുവനന്തപുരം ജില്ല അതിൽ ഒന്നാമതായി മാറണം. നമ്മുടെ കളക്ടറുടെ നേതൃത്വത്തിൽ ഇനി ഏകദേശം കുറച്ചധികമുണ്ട്, 1000-ലധികം ആളുകൾ കൂടി ഇനിയും കൈവശരേഖ കൊടുക്കാനുണ്ട്. അത് നമുക്ക് 5-6 മാസം കഴിയും. ഇതിലുള്ള അപേക്ഷകളെല്ലാം കെട്ടിക്കിടക്കുന്നുണ്ട്. ആ അപേക്ഷകളെല്ലാം സോർട്ട് ചെയ്ത് എത്രയും പെട്ടെന്ന് കൊടുക്കാൻ വേണ്ടിയുള്ള നടപടി സ്വീകരിക്കും. പട്ടികജാതി വിഭാഗത്തിൽപ്പെടുന്നവർക്ക് ഭൂമി പതിച്ചു നൽകണമെന്നാവശ്യപ്പെട്ട 2003-ലാണ് ആദിവാസി ക്ഷേമസഭയുടെ നേതൃത്വത്തിൽ ചെറ്റച്ചലിൽ സമരം ആരംഭിച്ചത്. എന്നാൽ നിയമപ്രശ്നം മൂലം ഭൂമി വിട്ടു നൽകാനാവില്ല എന്നായിരുന്നു ജില്ലാ ഭരണകൂടത്തിന്റെ നിലപാട്. തുടർന്ന് മന്ത്രി കെ രാധാകൃഷ്ണൻ വിളിച്ച ഉന്നതതല യോഗത്തിലാണ് സമരക്കാർക്ക് ഭൂമി വിട്ടു നൽകാൻ തീരുമാനിച്ചത്. ചെറ്റച്ചൽ സമരം അവസാനിച്ചതോടെ ഭൂസമരങ്ങളില്ലാത്ത ജില്ലയായി തിരുവനന്തപുരം മാറും. ന്യൂസ് 18 തിരുവനന്തപുരം. തുമ്പയും മുക്കൂറ്റിയും കമ്മലുപൂവും എല്ലാം മുറ്റത്തെ പൂക്കളങ്ങളിൽ നിന്നില്ലാതായി തുടങ്ങിയിട്ട് നാളേറെയായി. ഇക്കാലത്തും പഴമയിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോവുകയാണ് ആലപ്പുഴയിലെ സുനിൽ എന്ന കർഷകൻ. ഒപ്പം നാട്ടുപൂക്കളുടെ വ്യാവസായിക പ്രാധാന്യവും അദ്ദേഹം മനസ്സിലാക്കി തരുന്നു. തുമ്പപ്പൂവും തൂശനിലയുമെല്ലാം മലയാളിയുടെ ഓണസങ്കല്പങ്ങളിൽ ഒഴിച്ചുകൂടാനാവാത്തതാണ്. എന്നാൽ നാട്ടുപൂക്കളായ തുമ്പയും മുക്കുറ്റിയുമൊക്കെ ഗ്രാമപ്രദേശങ്ങളിൽ പോലും ലഭ്യമല്ലാതായി മാറിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത്തവണ ഓണവിപണി ലക്ഷ്യമാക്കി തുമ്പ തന്നെ കൃഷി ചെയ്തിരിക്കുകയാണ് ആലപ്പുഴ ചേർത്തലയിലെ കർഷകനായ സുനിൽ. പതിവ് ശൈലിയിൽ ബന്ദിയും വാടാമല്ലിയും ഒക്കെ തോട്ടത്തിലുണ്ടെങ്കിലും വടക്കൻ കേരളത്തിൽ ഓണത്തപ്പൻ ഒരുക്കുന്നതിൽ തുമ്പപ്പൂവിനുള്ള പ്രാധാന്യം മനസ്സിലാക്കിയാണ് കൃഷി. നാട്ടിൻപുറത്തു നിന്ന് ശേഖരിച്ച തൈകളാണ് കൃഷിക്കായി ഉപയോഗിച്ചത്. നട്ട് 30 ദിവസത്തിനുള്ളിൽ തുമ്പക്കുടം രൂപപ്പെട്ട് പൂക്കൾ വരും. ഉത്രാടത്തിന് തൊട്ടു മുമ്പാണ് വിൽപ്പന. 100 ഗ്രാം തുമ്പക്കുടത്തിന് 100 രൂപ വരെ ലഭിക്കും. കഴിഞ്ഞ ഓണക്കാലത്ത് എറണാകുളത്തുള്ളൊരു സുഹൃത്ത് നമ്മുടെ തുമ്പപ്പൂ തിരക്കിക്കൊണ്ട് ഇവിടെ വന്നു. ആ സമയത്ത് നമുക്ക് തുമ്പപ്പൂ കൊടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായി. എന്നാൽ അദ്ദേഹത്തിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി കുറച്ച് തുമ്പപ്പൂ പറിച്ചു കൊടുക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ നമ്മുടെ മനസ്സിൽ തോന്നി നാടൻ പൂക്കളുടെ ഒരു ശേഖരണം ഉണ്ടായാൽ ഈ ഓണത്തിന് പ്രയോജനം ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലായി. അതനുസരിച്ച് നമ്മൾ തുമ്പപ്പൂ ഉൾപ്പെടെ നാടൻ പൂക്കളുടെ ഒരു ശേഖരണം ഇവിടെ ഉണ്ടാക്കി. വാടാമല്ലിയുടെ 3 കളർ ഉണ്ട്, അതുപോലെ ബന്ദിയുടെ 2 കളറുണ്ട്, അതുപോലെ തന്നെ ജമന്തിയുണ്ട്. അങ്ങനെ മൊത്തം 7 കളർ പൂക്കളാണ് ഇപ്പോൾ നമ്മളിവിടെ വിരിയിച്ചിട്ടുള്ളത്. 5 കളർ പൂക്കളുടെ ഒരു കിറ്റ് 500 രൂപയ്ക്ക് അത്തപ്പൂക്കളം ഇടുന്ന ഓരോരുത്തർക്കും കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണ് ഇപ്പോൾ നമ്മളിവിടെ സ്വീകരിച്ചിട്ടുള്ളത്. ഒറ്റ ചെടിയിൽ നിന്നും 30 മുതൽ 50 വരെ തുമ്പക്കുടം ലഭിക്കുമെന്ന് കർഷകർ പറയുന്നു. തുമ്പയോടൊപ്പം സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായ ഇനം വാടാമല്ലി പൂക്കളും സുനിലിന്റെ തോട്ടത്തിലുണ്ട്. കഴിഞ്ഞ തവണ തുമ്പയ്ക്ക് അപ്രതീക്ഷിതമായി ഉണ്ടായ ആവശ്യമാണ് ഇത്തവണ വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള കൃഷിയിലേക്ക് നയിച്ചത്.
ന്യൂസ് 18 ആലപ്പുഴ. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.